നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതാണ് ഈ താലി. ഇനി എന്റെ ഓരോ നീക്കവും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ളതിന് വേണ്ടി മാത്രമായിരിക്കും. ഇവിടുന്ന് പുറത്താകുന്നത് വരെ എന്റെ ഒരു തോഴിയെ പോലെ നീ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ അങ്ങ് നിന്നോ. അങ്ങനെ ഒരു അവതാരം ഞാൻ നിനക്ക് തരിക. എടി, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നല്ലേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീ ആ പാലിങ്ങെടുത്ത ഞാൻ പോട്ടെ. അതെ, പ്രണവ് കെട്ടിയ ഈ താലിച്ചരട് നിന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം. പക്ഷേ നീ മുൻപ് പറഞ്ഞ ആ വരവുണ്ടല്ലോ, ഇതേ വരം തന്നെയാ എന്റെ കഴുത്തിലും കിടക്കുന്നത്. ഈ വീട്ടിലെ മൂത്ത മരുമോളാണ് ഞാൻ. നീ ഈ പറഞ്ഞ പ്രണവിന്റെ ചേട്ടന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ എന്റെ സ്ഥാനം ഒരു പടി മുകളിൽ തന്നെയാ. ഓ, ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും താഴും. പക്ഷേ അത് ദാസിപ്പണിയാണെന്ന് കരുതണ്ട ശിവാനി. എത്ര മോശപ്പെട്ടവളായാലും ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണിന്ന്. അതുകൊണ്ട് ഇന്നൊരു ദിവസം മാത്രം സന്തോഷിച്ചോ. ദാ പിടിക്ക്. ആന്റി, ആന്റി, ആന്റിയുടെ മകനും എനിക്കൊന്ന് ഫസ്റ്റ് നൈറ്റ്. എന്നെ അനുഗ്രഹിച്ച് മുറിയിലേക്ക് അയക്കുന്നതിന് പകരം ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നിട്ട് എന്താ കാര്യം? ആന്റി മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അനുഗ്രഹം വായിക്കേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ. ഞാൻ മുന്നിലേക്ക് വരാം. ഓ, പരിഭവം മാത്രമല്ലല്ലോ, നല്ല കോപം ഉണ്ടല്ലോ. ഉള്ളത് പറയാലോ ആന്റി, ഇക്കാര്യത്തിൽ ഞാൻ തെറ്റുകാരിയല്ല. ആന്റിയുടെ മോനാണ് ഇങ്ങോട്ട് വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എന്നാലുവേ ഞാൻ നല്ല ശുദ്ധമായിട്ടുള്ള മനസ്സുമായിട്ടാ ഈശ്വരമംഗലത്തേക്ക് മരുമകളായിട്ട് കയറി വന്നത്. നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ആദ്യത്തെ എന്റെ ജോലി തന്നെ ഇവിടെ കുറെ വേസ്റ്റുകളുണ്ട്. ആ വേസ്റ്റുകളൊക്കെ അടിച്ചു വാരി പുറത്ത് കളയുക എന്നുള്ളതാ. വേസ്റ്റുകൾ പുറത്തു പോയി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വീട് ക്ലീൻ ആവും. സന്തോഷം ഒന്ന് കേറിക്കൊള്ളും. അല്ല, എന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, പ്രണവ് മുറിയിൽ കാത്തിരിക്കാവും. ഞാൻ പോട്ടെ ആന്റി, എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ആന്റി, ആന്റിക്ക് കൊഞ്ചിക്കാൻ ഒരു പേരക്കുട്ടിയെ പ്രസവിച്ച് തരേണ്ട ആളാ ഞാൻ, അറിയാലോ. അനുഗ്രഹിക്കാം ആന്റി, വേഗം. ഈ പാൽ ഗ്ലാസും വെച്ചോണ്ട് കുരിഞ്ഞ് കാലിലൊക്കെ തൊടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ. ഞാൻ ജസ്റ്റ് ഒരു ആക്ഷൻ തരാം. ആന്റി ഒന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാ മതി. അനുഗ്രഹിക്കാം ആന്റി. ഇതിലിപ്പോ എത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആ കൈ എടുത്തന്നെ തലയിൽ വെച്ചൊന്ന് അനുഗ്രഹിക്ക്. അനുഗ്രഹിക്കാം ആന്റി. ഇതൊന്ന് മൂളിയാണോ അനുഗ്രഹിക്കുന്നത്? ആ വലത് കൈ എടുത്തെന്റെ തലയിൽ വെച്ചൊന്ന് അനുഗ്രഹിക്ക്. എന്റെ ഒരു ഗതികേട്. വലത് കൈ ഇങ്ങോട്ട് എടുക്കും. ഒരു മരുമകൾ എന്ന നിലയിൽ ഈ വീട്ടിൽ കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ശിവാനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗൗതം ആരാണെന്നുള്ള സത്യം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഗൗതമിനോടോ നിധിയോടോ ഒന്നും ആയിരിക്കില്ല, ശിവാനിയോടായിരിക്കും. അനുഗ്രഹിക്കാണ്ടി. താങ്ക് യു ആന്റി. എന്തായി ശിവാനി, അമ്മായിയമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയോ? തന്നില്ല, പിടിച്ചു വാങ്ങി. ആന്റി എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. നീ എന്തിനാണോ ഈ വീട്ടിലേക്ക് വന്നത് എത്രയും പെട്ടെന്ന് ആ ലക്ഷ്യം നേടണം.
അതിന് ഈ വസുന്ധരാന്റിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ. താങ്ക് യു ആന്റി. ആ പിന്നെ ഒരു കാര്യം, ഈ വീട്ടിലേക്ക് വന്ന മൂത്ത മരുമകൾക്ക് ഇതുവരെയും ഈശ്വരമംഗലത്തിന് സാധിച്ചു തരാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അത് എത്രയും പെട്ടെന്ന് മോള് തന്നെ സാധിച്ചു കൊടുക്കണം. ആന്റി എന്താ ഉദ്ദേശിച്ച? ഓ വേറെ എന്താ, ഈ കുടുംബത്തിന് അടുത്തൊരു തലമുറ വേണ്ടേ? അത് നിന്നിലൂടെ വേണം ആദ്യം പിറക്കാൻ. അതിനുള്ള അനുഗ്രഹമാണല്ലോ ഞാൻ പാർവതി ആന്റിയിൽ നിന്ന് ആദ്യം ചോദിച്ചു വാങ്ങിച്ചത്. കുഞ്ഞും കുട്ടിയൊക്കെ ഉണ്ടാവണമെങ്കിലേ വെറുതെ ജാടയും കാണിച്ച് നടന്നാ പോരാ. അതിനുള്ള യോഗം കൂടി വേണം, ദൈവാനുഗ്രഹം വേണം. ഈ കുടുംബത്തിന്റെ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകി സ്വത്തുക്കളുടെ മുഴുവൻ അവകാശിയാകാനുള്ള കടമ നിന്റേതാണ്. ആന്റി ധൈര്യമായിട്ടിരുന്നോ. ഈശ്വരമംഗലത്തിന്റെ അടുത്ത തലമുറ വളരാനിരിക്കുന്നതേ എന്നിലൂടെ ആയിരിക്കും. ഒന്നോ രണ്ടോ അല്ല, ഒരു 10 കുഞ്ഞുങ്ങൾക്കെങ്കിലും ജന്മം നൽകാൻ ഞാൻ റെഡിയാ. ശരി, പ്രണവ് കാത്തിരിക്കായിരിക്കും. ഒളിച്ചല്ലേ. ഓക്കെ ആന്റി. ആന്റി ബൈ. നിധി പോട്ടെ. ബൈ. വാ അമ്മേ, വാ. പ്രണവ് ഇപ്പോ അടക്കാനാവാത്ത സന്തോഷത്തിലായിരിക്കും എനിക്കറിയാം. നീ എന്നോട് കാണിച്ച പ്രണയം കാരണം ഞാനിപ്പോ ഈ വീട്ടിൽ നിൽക്കുന്നത്. ആ പ്രണയം എന്നും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. എന്നാലേ നീതിയെ എനിക്കിവിടുന്ന് ഓടിക്കാൻ പറ്റൂ. നീ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നടന്ന പ്രണയം അവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് എന്നോടുള്ള മോഹം ഒട്ടും കുറയാതെ കുറേ നാള് എനിക്കിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോണം. അതിന് ഇന്നത്തെ ഈ ആദ്യരാത്രി നടക്കാൻ പാടില്ല. ശിവാനി ഇത് എവിടെ പോയി കിടക്കുന്നു? ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഈ പാല് കുടിച്ചിട്ട് മോനിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. നേരം വെളുത്തിട്ടേ കണ്ണു തുറക്കും.